ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജൈവ നേതൃത്വത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു വന്നു. വീണ്ടും ദൈവനം ശുശ്രൂഷിപ്പാൻ ഒരു നല്ല അവസരം ലഭിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വെളിപ്പാട്ടിലെ 7 സഭകൾ ഒന്നായ ലവോദിക്ക സഭയോട് പറഞ്ഞ ദൂതാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ചത്. അതിനെ ഈ 7 സഭകൾക്കുള്ള 7 ദൂതും 7 കാലഘട്ടമായി തിരിച്ച് ഇത് ലവോദിക്ക കാലഘട്ടമാണെന്ന് ഒരു പ്രബലമായ പഠിപ്പിക്കൽ പുസ്തക പഠിതാക്കളിലുണ്ട്. എന്നാൽ അതിൻ്റെ തിരുവഴുത്തിൽ യാതൊരു ആധികാരികതയും കാണുന്നില്ല. അല്ലെങ്കിൽ സഭയുടെ ആരംഭം മുതലുള്ള കാലത്തെ 7 കാലങ്ങളായി തിരിച്ച് തലമുറകളായി പഠിപ്പിക്കുന്നുണ്ട്. ബാഹ്യമായ ചില സാമ്യങ്ങൾ കാണും എന്നല്ലാതെ അടിസ്ഥാനപരമായി ഒരൊറ്റ വാക്യം പോലും അതിനെ ആ വാദത്തെ തെളിയിക്കുവാൻ ഇല്ല. ദൈവവചനത്തിലെ പ്രവചനങ്ങളെ സാധൂകരിക്കാൻ ഒരു വാക്യമെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ട് സാധാരണ വേണം. ഇതിന് ഒന്നുമില്ല. പിന്നെ മാനുഷികമായ ചില ധാരണകളുടെ വെളിച്ചത്തിൽ ചില സാമ്യങ്ങൾ കണ്ട് അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ആയിക്കോട്ടെ. എന്നാൽ 7 സഭകൾക്കുണ്ടായിരിക്കേണ്ട 7 അനുഭവങ്ങളും ഒത്തുകൂടിയ അല്ലെങ്കിൽ ഉള്ള ദൈവജനം ഭൂമിയിൽ ഇന്നുകൊണ്ട് കർത്താവ് വരുവോളം അവരുണ്ടായിരിക്കും. ഒരുപക്ഷെ അവരെ എല്ലാവരെയും ലോകം കാണുന്ന ലോകത്തിൽ വിശ്വാസികൾ എല്ലായിടത്തും ഉള്ളവരെ നമുക്കറിയില്ലല്ലോ. നാം നമ്മുടെ സർക്കിളിൽ മാത്രമേ കാണുന്നുള്ളല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ലവോദിക്ക കാലഘട്ടം മാത്രമാണെന്ന് പറയാൻ ഒക്കെയില്ല. 7 സഭകളെക്കുറിച്ചും 6 സഭകളെക്കുറിച്ചും അവരുടെ പോരായ്മകൾ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്മുർന്നയിലെ സഭയ്ക്ക് കുറിച്ച് മാത്രമേ പോരായ്മ പറയാനില്ലാതെയുള്ളൂ. എഫെസോസിലെ സഭയെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി അവരുടെ നേട്ടങ്ങൾ. പക്ഷേ എല്ലാം പറഞ്ഞിട്ട് അവസാനം വന്ന് ഒത്തിരി കാര്യം ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്ന് അവരെക്കുറിച്ച് പറഞ്ഞു. പർഗമോസിലെ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, തോയ്തയിലെ സഭയെക്കുറിച്ച്, അതുപോലെ സർദീസിലെ സഭയെക്കുറിച്ച്, ഫിലദെൽഫിയ സഭയെക്കുറിച്ച് പലതിനും എന്തെങ്കിലും ഒരു പോരായ്മ അവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ഈ 7 സഭകളിലും അവരുടെ നേട്ടങ്ങളും അവരുടെ കോട്ടങ്ങളും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ സഭ ലവോദിക്കയാണെന്ന് തീർത്ത് അല്ലെങ്കിൽ പൂർണ്ണമായി തകർന്നതാണെന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ അതിലെ ഒരു വാചകം, ഈ ദൂതിൻ്റെ ഒരു വാചകം ഞാൻ ഇപ്പോൾ എടുത്ത് ഈ കഴിഞ്ഞ നാളുകൾ ദൈവാത്മാവ് എന്നെ ഉണർത്തുകയും എൻ്റെ ജീവിതത്തിന് വലിയ ബലം തരികയും പകരുകയും ചെയ്ത, അതേ സമയം എന്നെ ഭയപ്പെടുത്തുകയും ചെയ്ത ഒന്നാണ് ഞാൻ വായിച്ചത്. 17-ാം വാക്യത്തിൻ്റെ അന്ത്യഭാഗത്ത് ഇങ്ങനെ കാണാം, അറിയാതിരിക്കുക 2 വിലയിരുത്തലുകൾ കാണാം. നമ്മുടെ ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും. നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആ സഭയുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നു, ഞാൻ ധനവാൻ, ഒന്നിനും മുട്ടില്ല, സമ്പന്നനായിരിക്കുന്നു, ഒന്നിനൊന്നിന് എൻ്റെ സമ്പത്ത് വർദ്ധിക്കുകയാണ്, ഒരു കുഴപ്പമില്ല എന്ന് അവർ പറയുന്നു. എന്നാൽ ദൈവം നോക്കിയപ്പോൾ, സഭയുടെ നാഥൻ അവരെ വിലയിരുത്തിയപ്പോൾ അവൻ കണ്ടത് വേറൊരു ചിത്രമാണ്. 5 കാര്യങ്ങൾ അവിടെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു. നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. എന്നിട്ട് പറഞ്ഞത്
നീ അറിയാതിരിക്കുക. അപ്പം അവർ പറയുന്നത് അവർക്കെല്ലാം ഉണ്ട്, സമ്പന്നരാണ്, ധനവാനാണ്, വളരെ ഒരു കുഴപ്പമില്ല. എന്നാൽ മറുവശത്ത് ദൈവം അവരെ നോക്കുമ്പോൾ ഈ 5 വിധത്തിലുള്ള പോരായ്മകൾ, അതിൽ 5-ൽ 2 ഞാനതിനെ 2ആയിട്ട് തിരിച്ച്. നിർഭാഗ്യനും മനുഷ്യനും, ഈ 3 കാര്യങ്ങൾ, അടുത്ത 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നഗരൻ, ദരിദ്രൻ, കുരുടൻ, നഗരൻ, ഈ 3 ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള അവൻ നിർഭാഗ്യനാണ്, അല്ലെങ്കിൽ അവൻ അനിഷ്ടനായിരിക്കും. അല്ലെങ്കിൽ നഗ്നത, ദാരിദ്ര്യം, അന്ധത, നഗ്നത, ഇത് 3, അല്ലെങ്കിൽ ദരിദ്രൻ ഒന്നുമില്ലാത്തവൻ, അന്ധൻ കണ്ണു കാണാത്തവൻ, സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, മറ്റേ നഗ്നൻ വസ്ത്രം പോലും ഇല്ലാത്തവൻ, അങ്ങനത്തെ വ്യക്തി നിർഭാഗ്യനും അനിഷ്ടമായില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ 12-ാം വാക്യത്തിൽ ഒരു ബുദ്ധി ഉപദേശമാണ് നാം കാണുന്നത്. ഞാൻ നിനക്ക് ബുദ്ധി പറയുന്നു. എന്ത്? നീ വീണ്ടും ധനവാനാകണം, നീ ധനനായിരിക്കരുത്, മാത്രമല്ല നീ നഗ്നനായിരിക്കരുത്, നിനക്ക് വെള്ളവസ്ത്രം വേണം, മാത്രമല്ല നീ അന്ധനാകരുത്, നിന്റെ കണ്ണിൻ്റെ പ്രകാശം ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഒരു ബുദ്ധി ഉപദേശം, കൽപ്പനയല്ല. അത്യാവശ്യം നീ വാങ്ങിയിരിക്കണമെന്നും പറയുന്നില്ല, ഞാൻ ബുദ്ധി പറയുന്നു. അത് നീ വിലയ്ക്ക് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണമെന്നും 12-ാം വാക്യത്തിൽ പറയുന്നു. വാസ്തവത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ യേശുവായി സ്വീകരിച്ച് കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവകൃപ അനുഭവിച്ച് ദൈവവേദനായി തീർന്ന വീണ്ടും ജനിച്ച, അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, കർത്താവായ യേശുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവും നാഥനുമായി അംഗീകരിച്ച് ജീവിതം കർത്താവിന് സമർപ്പിച്ച വ്യക്തി വീണ്ടും ജനിക്കുന്നല്ലോ. അവൻ വീണ്ടും ജനിക്കുമ്പോൾ എങ്ങനെയാണ് ജനിക്കുക? വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? ദരിദ്രമായ അവസ്ഥയിലോ അതോ സമ്പന്നമായ അവസ്ഥയിലോ? വീണ്ടും ജനനം ദൈവ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ സമ്പന്നനായ, പരമസമ്പന്നനായ ദൈവത്തിൻ്റെ സകല സമ്പത്തിനും അവൻ അവകാശമായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവികമായ സകലതും അവന് ലഭ്യമാകുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വീണ്ടും ജനിച്ച വ്യക്തി, ദൈവവൈദ്യായി തീർന്ന വ്യക്തി, അവന് ദരിദ്രനല്ല, അവൻ ദരിദ്രനല്ല, മാത്രമല്ല ദൈവത്തിലുള്ള സകലവും അവൻ്റേതായി ആകുന്നു. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നല്ലോ, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ട അവകാശികളും തന്നെ. അത് മാത്രമല്ല, അപ്പോൾ നാം ദരിദ്രരായിട്ടല്ല, സമ്പന്ന കുടുംബത്തിലാണ് നാം ജനിക്കുന്നത്. ദൈവത്തിലുള്ള സകലവും നമ്മുടേതാകുന്നു വിശ്വാസത്താൽ വീണ്ടും ജനിക്കുമ്പോൾ. ശരി, അങ്ങനെ ആകുമ്പോഴേ മറ്റ് ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം അവൻ നമ്മെ ധരിപ്പിക്കുന്നു. മാത്രമല്ല പല വസ്ത്രങ്ങൾ ആത്മീയ വിശ്വാസത്തെക്കുറിച്ച് ഉണ്ട്. കർത്താവ് എന്ന് വെച്ചാൽ വേറൊരു വീഡിയോയിൽ ദൈവത്തിൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച് പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പിന്നീടാകട്ടെ. അപ്പോൾ അവൻ്റെ നീതി വസ്ത്രം നമ്മെ ധരിപ്പിക്കുന്നു. മാത്രമല്ല അത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, കണ്ണുകൾ തുറക്കുന്നു. 2 കൊരിന്ത്യരിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുണ്ടാക്കിയെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ കുണ്ടാക്കപ്പെട്ട കണ്ണുകളെ ദൈവമായ കർത്താവ് തുറക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ കാണുവാൻ അവൻ്റെ ആക്കണ്ണുകൾക്കിടയാകുന്നു. ഇങ്ങനെ സമ്പന്ന കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമ്പത്ത് അനുഭവിച്ച്, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ എഫേസ്യർ 2-ാം അധ്യായം അനുസരിച്ച് കരുണാസമ്പന്നനായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ തൻ്റെ സമ്പന്ന കുടുംബത്തിലേക്ക് ജനിപ്പിച്ചു. ദൈവിക സമ്പത്തിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട്
ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ വേണ്ട എല്ലാ വിഭവങ്ങളും നമുക്ക് തന്ന തൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി തന്ന് ആത്മാവിൽ നമ്മെ ഒരുക്കി നമ്മെ അവനെ പോലെയാക്കി തിരുസലിൽ കൊണ്ട് നിർത്തുകയാണല്ലോ ദൈവോദ്ദേശം. എന്നാൽ അതിന് പകരം ദൈവസഭയിൽ കാലങ്ങൾ ചെന്നപ്പോൾ പല കുഴപ്പങ്ങളും കടന്നുകൂടി. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്നതിന് പകരം അല്ലെങ്കിൽ ജനിച്ച വ്യക്തി അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുകയല്ല. അവന് ശിശുവായിരിക്കുന്നിടത്തോളം ഒരു ഗുണവും ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലെന്ന് ഗലാത്യലേഖനത്തിൽ നാം വായിക്കുന്നു. കൊന്നിലേൽ പൗലോസ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ശിശുക്കൾ അത്രയെന്ന്. വേണ്ട പോലെ വളർച്ച ഉണ്ടാകാത്ത അനുഭവം ഉണ്ടാകുന്നു. പോട്ടെ, ഇവിടെ നാം കാണുന്നത്, ഇനി ഞാൻ ഇങ്ങോട്ട് തന്നെ വരാൻ, ഇവിടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ലൗദിക്കയിലെ സഭയ്ക്ക് ഇതേ കുഴപ്പം അവർക്കെല്ലാം ഉണ്ട്. അവർക്കുണ്ടായ കുഴപ്പം പോലെ പല പല അനുഭവങ്ങളും നമുക്കുണ്ടാകാം. അതിന് ഒന്നിനും അവരുടെ നോട്ടത്തിന് ഒന്നിനും കുറവില്ല. പ്രസംഗമുണ്ട്, ആത്മീയ ആക്ടിവിറ്റി ഉണ്ട്, ശബ്ദ കോലാഹലങ്ങളുണ്ട്, എല്ലാം ഒരു കുഴപ്പം അവർക്കില്ല. ആത്മവരങ്ങളുടെ പ്രകടനമുണ്ട്, കൃപാവരങ്ങളുടെ ജ്വലനമുണ്ട്. ഭാഗ്യം പുറമേക്കുള്ള നോട്ടത്തിന് അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ കർത്താവ് കാണുമ്പോൾ ദൈവീയ വളവുകളിൽ അവരെത്തിയിട്ടില്ല. അവർ ദാരിദ്ര്യാവസ്ഥയിലാണ്, അവരുടെ കണ്ണുകൾ അടയുന്നു, എല്ലാം ഉണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഇന്നത്തെ പല സുവിശേഷങ്ങളും കാണുകയും പലതും കേൾക്കുകയും ചെയ്യാറുണ്ട്. ചിലടത്ത് പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. എല്ലായിടത്തും കാണുന്ന പൊതുവെയുള്ള ഒരു പ്രവണത എല്ലായിടത്തും കാണുന്നതാണ്. വലിയ ശബ്ദഘോഷം, വാദ്യോപകരണങ്ങളുടെ അമിത ഉപയോഗം, വൈകാരിക പ്രകടനം, പ്രസംഗങ്ങൾ അരങ്ങ് തീർക്കുന്നു. പക്ഷേ ആഴത്തിലോട്ടൊന്നുമില്ല. അല്ലെങ്കിൽ വ്യക്തികളെ സന്ദർശിക്കുന്ന ശരിയായ ദൈവാത്മാവിൻ്റെ പ്രബോധനം ഇല്ല. എന്നാൽ പ്രഗത്ഭ പ്രസംഗർ, പ്രസിദ്ധർ, അത് മാത്രമല്ല തമാശൻ്റെ അതിപ്രസരം, ദൈവവചനം വാസ്തവത്തിൽ കലയിക്കുന്നതാണ്. എബ്രായലേഖനത്തിൽ നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതും ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും നിരൂപണയും വിവേചിക്കുന്നതുമാണ്. എന്നാൽ ഇന്ന് കഥാപ്രസംഗക്കാരെ പോലെ സ്റ്റേജ് പെർഫോമേഴ്സിനെ പോലെ രസിപ്പിക്കുന്ന ബാഹ്യ സന്തോഷം പകരുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പ്രസംഗകർക്ക് ജനത്തിൻ്റെ അംഗീകാരം പിടിച്ചെടുക്കല്ലാതെ ആത്മാക്കളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന ചിന്തയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും അങ്ങനായി. ആളുകൾ തടിച്ചുകൂടുന്നു, ജനം ഓടിക്കൂടുന്നു, എന്നാൽ യാതൊരു ഫലവും കാണുന്നില്ല. ലക്ഷങ്ങൾ മുടക്കുന്നു, ധാരാളം പണം ചെലവാക്കുന്നു, യാതൊരു ഗുണവുമില്ല. പാഴിൽ കളയുന്നത്. ഒരു 100 രൂപ നാം മുടക്കിയാൽ ആ 100 രൂപയ്ക്ക് ഫലം ഉണ്ടാകണം. എന്നാൽ ദശലക്ഷങ്ങളുടെ ബഡ്ജറ്റുമായി ഇറങ്ങിയാൽ ഇന്നത്തെ സുവിശേഷ യോഗങ്ങൾ യാതൊരു ഗുണവുമില്ല. ഒരു വ്യക്തി പോലും യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ ഇന്ന് മാറുന്നു. നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഇതല്ലേ സ്ഥിതി. അപ്പോൾ ഞങ്ങൾക്ക് പുറമേ എല്ലാം ഉണ്ട്. കർത്താവ് നോക്കുമ്പോൾ നിർഭാഗ്യമാണ്, അരിഷ്ടരാണ്, ദരിദ്രരാണ്, നഗ്നനാണ്, കുരുടനാണ്. ഈ അവസ്ഥ ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മെ വിളിച്ചത് സ്വർഗീയ ധനത അനുഭവിക്കാനാണ്. ദൈവകൃപയുടെ സമ്പത്ത്, ആത്മീയ മർമ്മങ്ങളുടെ സമ്പത്ത്, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകമുള്ള സമ്പത്തും അനുഭവിച്ചറിയാൻ, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുവാൻ,
ദൈവത്തിൻ്റെ എല്ലാ നിറവുകളും നിറഞ്ഞു വരുവാൻ ഇതൊക്കെയാണ് നമ്മെ വിളിച്ചത്. നിർഭാഗ്യവശാൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. താൽക്കാലിക കാര്യങ്ങൾ, ക്ഷണികമായ കാര്യങ്ങൾ, ഭൗമികമായ കാര്യങ്ങൾ, വാസ്തവം പറഞ്ഞാൽ യാതൊരു പ്രാധാന്യമില്ലാത്ത ലോകപ്രസിദ്ധി, ലോകത്തിൻ്റെ അംഗീകാരം എന്തിനു പറയുന്നു, വേസ്റ്റായി നാം തള്ളുന്ന ഇതുപോലുള്ള വസ്തുക്കളുടെ പുറകെ നാം ജനം പോകുന്നു. അതിൻ്റെ ഫലമായി ഭാഗ്യത്തിന് പകരം നിർഭാഗ്യം, അനിഷ്ടത കൂടുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം വാഴേണ്ട സ്ഥാനത്ത് അനിഷ്ടരായി, സ്വസ്ഥയില്ലാത്തവരായി, ഒരു പ്രത്യാശയുമില്ലാത്തവരായി, ഒരു സന്തോഷമില്ലാത്തവരായി, ഒരു സമാധാനമില്ലാത്തവരായി ജനം മാറി. ഇതല്ലേ നാം കാണുന്നത്. ചില ന്യായങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മുന്നേ പിടിച്ചു നിൽക്കാൻ, വാചകം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയല്ലേ നമുക്കുള്ളത്. അതാണ് നാം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അനിഷ്ടനും നിർഭാഗ്യനും ദരിദ്രനും കുരുടനും നഗ്നനും ആയിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള 10 ആളുകൾ ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അന്ധന്മാരായ 100 പേര്, ഒന്നുമില്ലാത്തവരായ 100 പേര്, ഉടുതുണിയില്ലാത്ത 100 പേര്, ഈ 3 ഇങ്ങനെയുള്ള 100 പേര് ഒന്നിച്ചിരുന്നാൽ അവർക്ക് എന്ത് പ്രത്യാശ പറയാനുള്ളത്? ഞങ്ങൾ ദൈവമക്കളാണെന്ന് വാഗൊണ്ട് പറയുന്നു, പക്ഷേ ലോകത്തിനും ദൈവമക്കൾ എന്ന് പറയുന്നവർക്കും എന്ത് വ്യത്യാസമുണ്ട്? അവൻ നിലവിൽപ്പെടുന്നു, ഇവിടെ നിലവിൽപ്പെടുന്നു. ശേഷം മനുഷ്യരെ പോലെ ആയിരിക്കുന്നില്ലേ കർത്താവ് അതാ പറഞ്ഞത്. നിന്റെ അവസ്ഥ എന്താ? ഇപ്പോൾ പറഞ്ഞു, നീ ഒന്ന് ദരിദ്രൻ, ഒന്നുമില്ലാത്തവൻ. ദരിദ്രൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്തവൻ. അവൻ ഒന്നുകൂടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, 2:8 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി. എന്തിനാ? അവൻ്റെ ദരിദ്രത്താൽ നാം സമ്പന്നരാകേണ്ടതിന്. യാക്കോബ് ലേഖനത്തിൽ, യാക്കോബ് 2:5 ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശവുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അപ്പോൾ കർത്താവ് നാം ആഗ്രഹിക്കുന്ന നാം സമ്പന്നരായിരിക്കണം. ഏതൊക്കെ? വിശ്വാസത്തിൽ, ക്രിസ്തുവിൽ, സ്വർഗീയ ധനത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നാം സമ്പന്നരാണ്. പക്ഷേ ഇവിടെ ദരിദ്രരായി, ഒന്നും അവർക്ക് എടുക്കാനില്ല. ദരിദ്രന് സ്വന്തമായിട്ടും എടുക്കാനില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുമില്ല. നോക്കണം, എത്ര ദുഃഖകരമാണ്. പോരാഞ്ഞ് അടുത്ത വേറെ കാര്യം പറയുന്നു, കുരുടൻ, അന്ധൻ. ഒന്ന് ദരിദ്രൻ, ഒന്നും എടുക്കാനില്ല, ഇല്ലാത്തവൻ. ദരിദ്രൻ യാചനാ രീതിയിൽ സംസാരിക്കുന്ന ഒരു വാക്യമുണ്ട്. അവനെപ്പോഴും വല്ലതും തരണേ, അല്ല അവനൊന്നും പ്രശംസിപ്പാനില്ല. ദൈവത്തിൻ്റെ മകനാണ്, പരമസമ്പന്നൻ്റെ മകനാണ്. പക്ഷേ ഇപ്പം പരമദരിദ്രനാണ്, അന്ധൻ, കാഴ്ചയില്ല. ആർക്കാണ് കാഴ്ചയില്ലാത്തതെന്ന് പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് അവതരിപ്പിച്ചതുമാണ്. 2 പത്രോസ് 1 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി കാണാം. ഞാൻ 9-ാം വാക്യം ആദ്യം വായിക്കുന്നു. അവയില്ലാത്തവനോ കുരുടൻ ആകുന്നു, അവയില്ലാത്തവനോ കുരുടനാകുന്നു. ഏവയില്ലാത്തവൻ. 5-ാം വാക്യത്തിലുണ്ടല്ലോ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം വിശ്വാസമാണ്. അതിനോട്
കുറയ്ക്കാനല്ല ചില കാര്യങ്ങൾ കൂട്ടണം. എന്തൊക്കെ? വീര്യം അല്ലെങ്കിൽ മികവ്, ഒന്നിനൊന്നിനും മികച്ചു വരണം. അവിടെ ഗണിതശാസ്ത്രത്തിലെ 2 കാര്യങ്ങൾ, 2 സ്റ്റെപ്പുകൾ അവിടെ കൂട്ടുകയും വർദ്ധിപ്പിക്കുകയും, ഗുണിതവും ഉണ്ടായി വർദ്ധിക്കണം. മൾട്ടിപ്പിൾ, നാൾക്കുനാൾ. മാത്രമല്ല അവിടെ പറഞ്ഞ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം. പരിജ്ഞാനം ലഭിക്കുന്ന നിരന്തര സമ്പർക്കത്തിലാണല്ലോ. അത് നമ്മൾ വേറെ ഭാഗത്ത് ചിന്തിച്ചതാണ്. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ജയം. ഇന്ന് നാം കാണുന്നതോ പറയാൻ ലജ്ജയാണല്ലോ, ആണ് ഞാൻ വിടുന്നു. മാത്രമല്ല ഇന്നത്തെ സ്ഥിരത, ഭക്തി. ഇന്ന് ഭക്തിയുടെ വേഷമല്ലേ ഉള്ളൂ, അല്ല ശക്തിയില്ലല്ലോ. ഇതെല്ലാം കാണിക്കുന്നത് നാം അന്ധരാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടായാൽ മാത്രം പോരാ, വർദ്ധിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. ഇന്ന് വലിയ വായിൽ സാക്ഷികളുണ്ട്, പലതരം പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷേ ഫലമുണ്ടോ? നിഷ്ഫലമല്ലേ. എന്താ? ഇതൊന്നും വർദ്ധിക്കുന്നില്ല, ഇതിനൊന്നും കൂട്ടുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥ. നഗ്നരല്ലേ, അല്ലെങ്കിൽ അന്ധരല്ലേ. മാത്രമല്ല നഗ്നർ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ. അപ്പം ഇവിടെ നാം വായിക്കുന്നത് നീ നഗ്നാണെന്ന്. നഗ്ന, ഉടുപ്പ് സൂക്ഷിച്ചില്ല, ഉടുപ്പ് പോയി, ഉടുത്തിരുന്നെല്ലാം പോയി. ദൈവം ഉടുപ്പിച്ച അവന് നീതിയും വസ്തുവും വിശുദ്ധ വസ്തുവും എല്ലാം പോയി. 7-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു. 13-ാം വാക്യത്തിൽ വെള്ളം നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് അതിന് മറുപടിയായിട്ട് 14-ാം വാക്യത്തിൽ ഇവർ കഷ്ടത്തിൽ നിന്നു വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഉടുപ്പില്ല. വസ്ത്രം ധരിച്ചിരിക്കുന്നെങ്കിൽ നഗ്നെന്ന് പറയത്തില്ലല്ലോ. 16-ാം അധ്യായത്തിൽ ഉടുപ്പ് സൂക്ഷിക്കുന്നവനാ ഭാഗ്യവാൻ. ഉടുപ്പ് സൂക്ഷിക്കുന്നവൻ നഗ്നത വെളിപ്പെടുത്തില്ലല്ലോ. കുഞ്ഞാണ്ട് രക്തത്തിൽ അങ്കി അലയ്ക്കുക. അതിൻ്റെ വേദശാസ്ത്രപരമായ വ്യാഖ്യാനത്തിന് ഞാൻ പോകുന്നില്ല. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ പലയിടത്തും 6-ാം അധ്യായത്തിൽ ഉണ്ട്. 3-ാം അധ്യായത്തിൽ സത്യസഭയോട് പറയുമ്പോൾ ഉടുപ്പ് മല്ലമാകാത്ത ചിലരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ളയെടുപ്പ് ധരിക്കും, ജയിക്കുന്നവൻ വെള്ളയെടുപ്പ് ധരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഉടുപ്പ് മല്ലമാകാതെ, ഉടുപ്പ് നഷ്ടപ്പെടാതെ, ഉടുപ്പ് വെള്ളയെങ്കി ധരിച്ചവരായി, നിലയെങ്കി ധരിച്ചവരായി നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പം അതില്ല. പണ്ട് പഴയ നിയമത്തിൽ പലയിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. യുദ്ധത്തിൽ തോറ്റവർ അവർക്ക് അവരെ ഒരവസ്ഥ അവരുടെ വസ്ത്രം ഉഴിഞ്ഞെടുക്കും, അവരെ നഗ്നരാക്കും. ജയിച്ചവർ അവരുടെ വസ്ത്രം ഒഴിഞ്ഞെടുക്കും. അപ്പോൾ ഉടുപ്പില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തോട്ട് തോപ്പിട്ടെന്ന. നഗ്നരായി, അന്ധരായി, ദരിദ്രരായ ജനം, ഒന്നും കാണാൻ വയ്യ, ഒന്നുമില്ല, എന്തോ ഒക്കെ പറയുന്നുണ്ട്. അതല്ലാതെ പുറത്തിറങ്ങാൻ വയ്യ, കാരണം വസ്ത്രമില്ല. ഈ ശരിയായ അവസ്ഥ കർത്താവ് നോക്കുമ്പോൾ ഇതാണ് ഈ പരിതാപകരമായ അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് നിർഭാഗ്യനും അരിഷ്ടനുമെന്ന്. അപ്പോൾ ഈ അവസ്ഥയിൽ കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നീ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് പറഞ്ഞു. നീ എന്ത് ചെയ്യണം? അവിടെ 17-ാം വാക്യത്തിൽ സ്വന്തം വലിയ നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ
കർത്താവ് നോക്കിയിട്ട് ഇതാണ് യഥാർത്ഥ സ്ഥിതി എന്നിട്ട് പറഞ്ഞു നീ അറിയാതിരിക്കാൻ. അതാ ഏറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ അപകടം. ഇവിടെ അറിയുന്നില്ല, യഥാർത്ഥ സ്ഥിതി അറിയുന്നില്ല. ഇവിടെ പലത് ഇതൊക്കെ നാം ഇന്ന് കാണിക്കുന്നതെല്ലാം നാം വലിയ ആത്മീയരാ, വലിയ ഭക്തരാ, വലിയ ദൈവജ്ഞാനമുള്ളവരാ എന്നുള്ള ഭാവമാണ്. പക്ഷേ അതേ സ്ഥാനത്ത് കർത്താവ് നോക്കുമ്പോൾ പൂജ്യമാകരുത്. എത്ര ദുഃഖകരം. 18-ാം വാക്യത്തിൽ പറയും നീ സമ്പന്നനാകണം, മാത്രമല്ല നിനക്ക് നിന്റെ ലജ്ജ വെളിവാകണം, ധരിക്കാൻ വെള്ളയെടുപ്പ് വേണം, മാത്രമല്ല നിന്റെ കണ്ണിൽ എഴുതാൻ, കണ്ണിൻ്റെ ദീനം മാറാൻ, കണ്ണിന് പ്രകാശനം കിട്ടാൻ ലേപം വേണം. പക്ഷെ ഒരു കാര്യം, ഇത് ഇത് നീ വില കൊടുക്കണം. മാത്രമല്ല എൻ്റെ പക്കലേ ഇതുള്ളൂ. അങ്ങനെയാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഒതുക്കിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വേണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ബുദ്ധി പറയുകയാണ്. ബുദ്ധി എന്താ? ഈ 3 കാര്യങ്ങൾ വിലയ്ക്ക് വാങ്ങണം. അപ്പൊ തീയിൽ ഒതുക്കഴിച്ച് വന്ന് 1 Pത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറുത് എന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പോഴ്ചിക്കൻ ദേശം മന്ത്രമായി കാണുവാൻ അങ്ങനെ ഇടവരും. എന്താണ് തീയിൽ ഒതുക്കഴിച്ച പൊന്ന്? പരിശോധനയാൽ സ്ഫുടമിടപ്പെട്ട വിശ്വാസം. പരിശോധന വരുമ്പോൾ നഷ്ടപ്പെട്ട് കരിഞ്ഞു പോകുന്നതല്ല. പൊന്ന് തീയിലിട്ടാൽ അതിന് പ്രകാശം കൂടും, അതിൻ്റെ മാലിന്യമെല്ലാം മാറും. അപ്പോൾ വിലയ്ക്ക് വാങ്ങേണ്ട 3 കാര്യങ്ങൾ. 1, തീയിൽ ഒതുക്കഴിച്ച പൊന്ന്. പറഞ്ഞല്ലോ, പരിശോധനയാൽ സ്ഫുടമിടപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസം. അത് വിലയ്ക്ക് വാങ്ങണം, അതിന് വില കൊടുക്കണം. മാത്രമല്ല 2, നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കാൻ വെള്ളയെടുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ, 7-ാം അധ്യായത്തിൽ, 14-ാം അധ്യായത്തിൽ, 16-ാം അധ്യായത്തിൽ എല്ലാം വെള്ളയെടുപ്പുകൾ കാണും. വെള്ളം നിലയെങ്കിൽ എന്താ? വിശുദ്ധി. നിലയെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പകുതി ഭാഗത്ത് മാത്രമുള്ള ഉപയോഗിക്കുന്നതല്ലോ. കഴുത്ത് മുതൽ താഴെ വരെ, പാദം വരെ വെള്ളം നിലയെങ്കിൽ നമ്മൾ പാടും ചുപ്പവസ്ഥതാരിയായി എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ പാടുമെന്ന്. എന്നാൽ വല്ല ബോധമുണ്ടോ? വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം, അതിനെക്കുറിച്ച് ചിന്തയില്ലാത്ത കൂട്ടം. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലുണ്ട്. വിശുദ്ധി ദൈവസഭയുടെ സവിശേഷത തന്നെ വിശുദ്ധിയാണ്. കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കറാ ചുരുക്കം ഒന്നുമില്ലാതെ ഒരു വിശുദ്ധ കൂട്ടത്തെ എടുക്കുവാനാണ്. 5-ൽ പറയുന്നുണ്ടല്ലോ. അപ്പോ വിശുദ്ധി, ഇത് വില കൊടുക്കണം. നഗ്നതയ്ക്ക് മറയുണ്ടാകണമെങ്കിൽ വിശുദ്ധ വസ്ത്രം ആവശ്യം. അതിന് വില കൊടുത്തേ പറ്റുള്ളൂ. മാത്രമല്ല കണ്ണിൽ എഴുതാൻ ലേപം, ലൗകിക നയന ലേപത്തിന് പ്രസിദ്ധമായിരുന്നല്ലോ. കണ്ണിൽ എഴുതാൻ ലേപം, പരിശുദ്ധാത്മാവിന്റെ പ്രകാശം, ഇല്യൂമിനേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം. എബ്രായ സഭയ്ക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുന്നത് അതാ. 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പ്രകാശം ലഭിച്ച ശേഷം നിന്നുകളാലും കൂത്തുകാഴ്ചകളും വീടുകളാലും ഒക്കെ എന്തോ വന്നിട്ട് അവർ തളർന്നില്ല, ഉറച്ചു നിന്നു. എന്നാൽ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ പറയാനെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായിപ്പോയി. അതിൻ്റെ അർത്ഥം പ്രകാശനം മങ്ങി, ആത്മീയ വീക്ഷണം മങ്ങി, ആയിക്കണ്ണ് മങ്ങി. അപ്പോൾ സഭയോട്
പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന. കാരണം ഹൃദയദൃഷ്ടി പ്രകാശങ്ങൾ മാത്രമേ സ്വർഗീയ മർമ്മങ്ങൾ കാണാൻ കഴിയത്തുള്ളൂ. നമ്മെ വിളിച്ചത് എന്തിന്? നമ്മൾ അവൻ്റെ അവകാശം എന്താ? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിന്ന് കാണണം. സ്വർഗീയ മർമ്മങ്ങളും രഹസ്യങ്ങളും കാണണമെങ്കിൽ കണ്ണിന് പ്രകാശം വേണം. ഇന്നോ ദൈവത്തിൻ്റെ ആത്മനടത്തിപ്പിന് പകരം, ആത്മാവിൻ്റെ ഉപദേശത്തിന് പകരം, ആത്മനിർദ്ദേശത്തിന് പകരം ബുദ്ധിയിലല്ലേ കളിക്കുന്നേ? പ്രാകൃത ബുദ്ധിയിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇത് ഈ ആത്മീയ പ്രകാശനം തീയിൽ ഊതിക്കഴിച്ച പോലെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളുടെ മധ്യേ സ്ഫുടമടപ്പെട്ട വിശ്വാസം മാത്രമല്ല വിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധി. ഇബ്രാഹിം 12-ാമത്തെ പറയും, നാമോ അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. നമ്മുടെ വിശുദ്ധി കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ കേറത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം. ഇത് വില കൊടുത്തേ കിട്ടത്തുള്ളൂ. കാരണം എന്താ? ഒരു കാലത്ത് കർത്താവിനെ കണ്ടെത്തിയ കാലത്ത് സൗജന്യമായി നമുക്ക് തന്നതാണ്. നമ്മെ ദരിദ്രരായിരിക്കാൻ അല്ല അവൻ രക്ഷിച്ചത്, നമ്മെ അന്ധരാക്കിയല്ല അവൻ രക്ഷിച്ചത്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് അവൻ കൊണ്ടുവന്ന്. പത്രോസിൽ പറയുന്നുണ്ടല്ലോ, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ കൊട്ടിപ്പാൻ. മാത്രമല്ല കണ്ണുകൾക്ക് പ്രകാശനം, രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു, സ്തുതി എന്ന മേലാണ് തന്നു. എല്ലാം കൂടെ പോയി. അപ്പോൾ അതെല്ലാം അവൾ സൗജന്യമായി ക്രിസ്തുവിൻ്റെ ചെലവിൽ നമ്മുടെ മേൽ വർഷിപ്പിച്ചതാണ്, നമുക്ക് തന്നതാണ്. നാം എന്തുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി? അപ്പോൾ നമുക്ക് തന്നത് അതിൽ വർദ്ധിച്ചു വരുന്നതിന് പകരം നാം നഷ്ടപ്പെടുത്തിയെങ്കിൽ സ്വാഭാവികമായി ഇനി നാം വില കൊടുക്കണം. എന്താ വില കൊടുക്കണ്ടേ? ലോകത്തുള്ള സകല പണവും കൊടുത്താലും അത് കിട്ടത്തില്ല. ഓരോ സ്ഥലത്ത് ഒരിടത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്നു, എന്നോട് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിനക്ക് ബുദ്ധി പറയുന്നു. കർത്താവിങ്കിൽ നിന്ന് മാത്രമേ ഇനി അത് കിട്ടത്തുള്ളൂ. അത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. എന്താണ് വില? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താലേ നടക്കുകയുള്ളൂ. നമ്മുടെ ന്യായവാദങ്ങൾ കളഞ്ഞ്, നമ്മുടെ അവകാശവാദങ്ങൾ താഴ്ത്തിവെച്ച്, നമ്മുടെ യുക്തിയുടെ പ്രമാണങ്ങൾ മാറ്റിവെച്ച്, ഇതെല്ലാം മാറ്റിവെച്ച് കർത്താവെ ഞാൻ തികഞ്ഞ പരാജയമാണ് എന്ന് സമ്മതിച്ച് ദൈവത്തിൽ വീണ് ഞാൻ ദരിദ്രനാണ്, ഞാൻ അന്ധനാണ്, ഞാൻ നഗ്നനായി പോയി, എനിക്കുള്ളത് നഷ്ടപ്പെടുത്തി എന്ന് ആത്മാർത്ഥമായി സമ്മതിച്ച് ദൈവത്തിൻ്റെ പാദത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. മറ്റൊരു വിലയും കൊണ്ട് കുറെ കാശ് കൊടുത്താലോ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അല്പം ചെലവേറിയ പ്രശ്നമാണ്. നേരത്തെ ചെലവില്ലാതെ തന്നതെല്ലാം തൂത്താക്കി കളഞ്ഞില്ലേ? കർത്താവ് പറയുന്നു, നീ ചെലവിടണം. നിന്നെ തന്നെ സമർപ്പിക്കുക. നിന്റെ ആകാത്ത വഴിയെ വിട്ടുതിരിയ നമ്മോട്, ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മോട്, നമ്മുടെ പരിതാപകരമായ അനിഷ്ടപൂർണമായ അവസ്ഥ കണ്ട് സഭയുടെ നാഥനായ കർത്താവ് പറയുന്നു, നിന്റെ ആകാത്ത വഴിയിൽ വിട്ടുതിരിഞ്ഞ് നീ എൻ്റെ സ്ഥലം സമർപ്പിക്കുക. നീ വില കൊടുക്കാൻ തയ്യാറാകുമോ? വിശ്വാസത്തിന് വില കൊടുക്കാൻ, വിശുദ്ധിക്ക് വില കൊടുക്കാൻ, ആത്മപ്രകാശത്തിന് വില കൊടുക്കാൻ നീ തയ്യാറാകുമോ? എങ്കിൽ ഞാൻ തരാം. പ്രിയമുള്ളവരെ, നമ്മുടെ പദ്ധതി കൊണ്ടൊന്നും നമുക്ക് കർത്താവിന് സ്ഥലം നീക്കാനൊക്കത്തില്ല, അഗ്നിജ്വാലയ്ക്കൊത്തില്ല. അവൻ്റെ കണ്ണുകളുടെ മുൻപിൽ നമ്മുടെ പരിപാടി ഒന്നും വിജയിക്കത്തില്ല. ആകയാൽ നമ്മുടെ അവകാശവാദങ്ങൾ വിട്ടുകളഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള വാദങ്ങളെല്ലാം കളഞ്ഞു. കർത്താവേ, ഞാൻ പരാജയപ്പെട്ടു, എൻ്റെ വിശ്വാസം പോയി, എൻ്റെ വിശുദ്ധി പോയി,
നിങ്ങളുടെ നീതിപ്രവർത്തികളെല്ലാം കറവണ്ണ തുണി പോലെയാണ്. ഞാൻ അശുദ്ധനായി പോയി. മാത്രമല്ല എൻ്റെ കണ്ണ് മങ്ങിപ്പോയി, എനിക്ക് ആത്മമണ്ഡലത്തിലെ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന ദൈവത്തോട് നിലവിളിച്ച് ആത്മാർത്ഥമായി ലഭിച്ച് പ്രാർത്ഥിച്ച് അതിന് വില കൊടുത്ത് നാം മുന്നോട്ട് പോകാൻ തയ്യാറായാൽ വീണ്ടും നമുക്ക് നഷ്ടമായത് തിരിച്ചു തന്ന് നമ്മെ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. എങ്കിൽ മാത്രമേ അവൻ്റെ സ്ഥലം നിൽപ്പാൻ നാം യോഗ്യരാകുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടെ ഈ ബന്ധത്തിൽ ഓർപ്പിക്കണം. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, കർത്താവ് തന്നതിനെല്ലാം നമ്മോട് കണക്ക് ചോദിക്കും. അതേപോലെ അവൻ തന്നതിന് അവൻ കണക്ക് ചോദിക്കാതിരിക്കത്തില്ല. അവൻ പുതുക്കി പ്രാപിക്കണമെങ്കിൽ ഇതാണ് മാർഗം. അവനോട് വിലയ്ക്ക് വാങ്ങണം. വില കൊടുക്കുവാൻ നാം തയ്യാറാണോ എങ്കിൽ തരാൻ കർത്താവ് തയ്യാറാണ്. വേറെ എങ്ങും കിട്ടത്തില്ല. അവൻ്റെ പക്കൽ നിന്നും മാത്രമേ ഇതെല്ലാം കിട്ടത്തുള്ളൂ. ഈ അതിലേക്ക് നാം മടങ്ങി വന്നാൽ നമ്മുടെ അരിഷ്ടാവസ്ഥയും നിർഭാഗ്യാവസ്ഥയും മാറും. ഈ മൂന്നനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ സമ്പന്നാകേണ്ടത് നാം സ്വർഗീയ സമ്പത്തിലേക്ക് നാം മടങ്ങി വന്നാൽ, തീയിൽ ഒതുക്കിഴിച്ച പൊന്ന് നമ്മുടെ പക്കലുണ്ടെങ്കിൽ, വിളയെടുപ്പ നാം പ്രാപിച്ചാൽ, അവൻ്റെ വിശുദ്ധി നാം പ്രാപിച്ചാൽ, ആത്മാവിൻ്റെ പ്രകാശനം നാം പ്രാപിച്ചാൽ, നമ്മുടെ നിർഭാഗ്യാവസ്ഥയും അശ്രയും മാറും. ഇല്ല എങ്കിൽ അത് വർദ്ധിക്കും. അത് നമുക്ക് വരരുത്. നമുക്ക് ദൈവസ്ഥൽ ആത്മാർത്ഥമായി നമ്മെ കണ്ടുപിടിച്ച് കർത്താവ് കാണുന്ന കണ്ണുകൊണ്ട് നമ്മെ കണ്ട് ദൈവസ്ഥൽ വീണ് യഥാസ്ഥാനപ്പെടാമോ എങ്കിൽ ദൈവികമായ പാതയിൽ അവൻ നമ്മെ നടത്തും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ലവോദിക്ക സഭയോട് അങ്ങ് പറഞ്ഞ ദൂതിൽ നിന്ന് ഞങ്ങളുടെ ഉള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിപ്പാൻ അവിടുന്ന് സഹായിച്ചല്ലോ. നിർഭാഗ്യനും അരിഷ്ടനുമായി കർത്താവ് ദരിദ്രനും കുരുടനും നഗ്നനുമായ അവസ്ഥയിൽ അവരായിരുന്നത് എന്തെന്ന് കർത്താവ് കണ്ട് അവരുടെ അവകാശവാദങ്ങൾ അംഗീകരിക്കാതെ അവരുടെ ഉള്ളസ്ഥിതി അവിടുന്ന് അവരെ ബോധ്യപ്പെടുത്തിയല്ലോ. അതിന് പരിഹാരം അങ്ങ് നിർദ്ദേശിച്ചല്ലോ. അതുപോലെ തീയിൽ ഒതുക്കിച്ച പോലും ഞങ്ങളുടെ വിശ്വാസം പരിശോധനയിൽ ചോദിക്കപ്പെട്ട് അത് തെളിഞ്ഞ വിശ്വാസവും വിശുദ്ധിയും ആത്മപ്രകാശനവും പ്രാപിച്ച് ദൈവസലദാസനപ്പെടുവാൻ നിങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടിയുള്ള വില കൊടുപ്പാൻ കൃപ തരണമേ. സ്വർഗീയമായി നഷ്ടപ്പെടുത്തി അരിഷ്ടരായി ജീവിക്കുകയല്ല, പ്രത്യാശയോടെ പ്രാഗൽഭ്യത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നിങ്ങൾ ജീവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.